GA01 ട്രാൻസാക്ഷൻ ടൈപ്പ് ചെയ്യുന്നു. ഇതിനകത്ത് ഓർഡർ ടൈപ്പ് ചോദിക്കുന്നു. ഇതിനകത്ത് പല ഓർഡർ ടൈപ്പ് ഉണ്ട്. ക്യാഷ് ഓർഡർ, റഷ് ഓർഡർ. നമുക്കിപ്പോ സ്റ്റാൻഡേർഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ OR ആണ് നമ്മുടെ ഓർഡർ ടൈപ്പ്. OR. ഓക്കെ, അതെന്താണ് ഓർഡർ ടു ക്യാഷ്? ഓർഡർ ടൈപ്പ് എന്ന് വെച്ചാൽ നമുക്കിപ്പം ഇതിനകത്ത് സോൾട്ട് പാർട്ടി, ഷിഫ്റ്റ് പാർട്ടി 2 ഓപ്ഷൻ ഉണ്ട്. സോൾട്ട് പാർട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിക്കും ഇത് കസ്റ്റമറുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണർ ഫംഗ്ഷൻസ് ആണ്. CB കസ്റ്റമർ എന്നുള്ള ഒരു ഫംഗ്ഷൻ. മെറ്റീരിയൽ നമ്മൾ ഏത് മെറ്റീരിയലാണ് മേടിച്ചിരിക്കുന്നത്? ROH 101 അല്ലേ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നു. കൊടുത്തു. ക്വാണ്ടിറ്റി നമ്മളൊരു 10 ക്വാണ്ടിറ്റി ഇവിടെ ടൈപ്പ് ചെയ്തു. ബാക്കി ഡീറ്റെയിൽസ് തൽക്കാലം വന്നിട്ടുണ്ട്, പ്ലാന്റ് കാര്യങ്ങളും. അപ്പൊ ഇല്ലെങ്കിൽ മാത്രം നമ്മളത് എൻ്റർ ചെയ്താണ്. ഇത്രയും ചെയ്തിട്ട് നമ്മൾ ഈ ഡോക്യുമെന്റ് ചെക്ക് ചെയ്യാൻ വേണമെങ്കിൽ എന്തെങ്കിലും അഡീഷണൽ എന്തെങ്കിലും ചെയ്യാനുണ്ടോ. ഇതിനാണ് ഇൻകംപ്ലീഷൻ ലോഗ് എന്ന് പറഞ്ഞൊരു ഉണ്ട്. ഒന്നും കാണിക്കുന്നില്ല. ലോങ് ടെസ്റ്റ് മാത്രമാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. അതെന്തോ ഒരു സെറ്റിങ്സ് വെച്ചിരിക്കുന്നതാണ്. ലോങ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സെയിൽ ഓർഡർ ക്രിയേറ്റ് ചെയ്യുക. അടുത്തത് EL01 ഔട്ട്ബൗണ്ട് ഡെലിവറി ചെയ്യാന്നുള്ളത്. ഇതിനകത്ത് ഷിപ്പിംഗ് പോയിന്റ് ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ പ്ലാന്റിന്റെ പേര് തന്നെയാണ് ഇതിനകത്ത് ഷിപ്പിംഗ് പോയിന്റ് ആയിട്ട് കൊടുക്കാറ്. ഒന്നിലധികം ഷിപ്പിംഗ് പോയിന്റ് വ്യത്യാസം ഉണ്ട്, അത് കൊടുക്കാം. ഇതിനകത്ത് പിക്കിംഗ് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ഏത് ലൊക്കേഷനിൽ നിന്നാണ് പിക്ക് ചെയ്യുന്നതെന്ന് മാത്രം കൊടുത്താൽ മതി. നമ്മൾ CBRHലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ആ ലൊക്കേഷൻ കൊടുക്കുക. എത്ര ക്വാണ്ടിറ്റി പിക്ക് ചെയ്തെന്നുള്ളത് നമ്മൾ ഡെലിവറി ക്വാണ്ടിറ്റി 10 ആണെങ്കിൽ നോർമലി പിക്ക് ക്വാണ്ടിറ്റി അത്ര ആയിരിക്കും, അത് കൊടുക്കുന്നു. ഇവിടെ ഒരു പോസ്റ്റ് ഗുഡ്സ് ഇഷ്യൂ ബട്ടൺ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്യുന്നു. ചെറിയ എററാണ്. ഇതിനകത്ത് ഡെലിവറി ഡോക്യുമെന്റ് ക്രിയേറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ MMB എടുത്ത് നോക്കിയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ സ്റ്റോക്ക് കുറയുന്നതായിട്ട് കാണാം. നമ്മളത് അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നോക്കേണ്ടതായിരുന്നു. അങ്ങനെയാണല്ലേ നമുക്കത് കുറഞ്ഞില്ലയോ എന്ന് അറിയാൻ പറ്റും. അടുത്ത തവണ ചെയ്യുമ്പോൾ വേണമെങ്കിൽ 172 ഇപ്പൊ ഉണ്ടല്ലോ, അഭിഷേകം ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ